ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ എന്താണെന്നറിയും, ഞാൻ എൻ്റെ റോസിൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. റോസിൻ്റെ ചെടികളൊക്കെ കണ്ടില്ലേ, നല്ല നല്ല വലിയ വലിയ ബക്കറ്റുകൾ. ഇതൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതുണ്ട്, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ബക്കറ്റായിരുന്നു, ബക്കറ്റിലാണ് വെച്ചിട്ടുണ്ടല്ലേ. ഇതേപോലെ ഈ റോസൊക്കെ ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസിന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രം വേണം കേട്ടോ, അല്ലെങ്കിൽ റോസൊന്നും നമുക്ക് നന്നായിട്ട് വളരില്ല എന്നുള്ളത് തെളിവാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കാണിക്കാൻ പോകുക വെച്ചാൽ, എൻ്റെ ഒരു റോസ് ഉണ്ട്, ഒരു പഴയ റോസ് ഒന്ന് കേട്ടോ. അത് കണ്ടിട്ടുണ്ടാവും, വെള്ള കളറിൽ റോസ് ഒന്ന്. ആ റോസിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഓലം കണ്ടില്ലേ, ഒരു ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ട്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെയൊക്കെ പാത്രത്തിൽ വെച്ചാൽ റോസ് ചെടി എന്നല്ല, ചൂട് കാലമല്ലേ. അപ്പോൾ ഈ ചൂട് കാരണം തോന്നുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഉഷാറില്ലേ, കണ്ടില്ലേ നിങ്ങൾ. എങ്ങനെ വാങ്ങിയോ അതേപോലെ തന്നെ നിൽക്കുകയാണ്, ഒരു നന്നായിട്ടൊന്നും വളർന്നു വരുന്നില്ല. മറ്റേ റോസൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല വലിയൊരു ബക്കറ്റിൽ വെച്ചപ്പോൾ നന്നായിട്ട് കുറച്ച് മാറി കുറച്ച് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഈ പോട്ട് ചൂടാവുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്, ഇന്നെടുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ബക്കറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ലൊരു പെയിൻറ്റ് ബക്കറ്റാണ് അതിൽ. അതിൽ ഞാൻ കുറച്ച് മണ്ണ്, ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മണ്ണ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടില്ലേ ഈ മൺപുഴുവൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ചെടിക്ക് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ഇതൊക്കെ മണ്ണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ചെടി എടുത്തിട്ട് എനിക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിക്കണത്. അപ്പോൾ ഇനി വീഡിയോ പിടിക്കണം, ഞാൻ എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ പിടിക്കാൻ എൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ ഞാൻ എങ്ങനെയാണ് മാറ്റണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിരി വെള്ളം ഒഴിച്ചിട്ട് ഈ മണ്ണൊന്ന് ലൂസാക്കണം കേട്ടോ. അല്ല അപ്പോൾ ഇത് കുറച്ച് ദിവസം ആയിരുന്നു ഈ ചെടി ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇത് എടുക്കാൻ കുറച്ച് കഷ്ടമാകുമെന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേരൊക്കെ പൊട്ടാതെ ഒന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. 4 പുറം ഒന്നും ഇങ്ങോട്ട് കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടിയാൽ കറക്റ്റായി. നോക്കാം, നമുക്കൊന്ന് ശ്രമിക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ സൈഡിലൊന്ന് ഇത് ഇറങ്ങില്ല കേട്ടോ, നല്ല ഗ്രിപ്പായിട്ടുണ്ട് മണ്ണ്. ശരി, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ ഒന്ന് ഇറക്കിയിട്ട് ഈ മണ്ണിനെ അതൊന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പോഴല്ലേ നമുക്കതൊന്ന് എടുക്കാൻ പറ്റുള്ളൂ. നല്ല കട്ടിയുള്ള മണ്ണാണ് കേട്ടോ, അല്ലേ, എടുക്കാനേ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കല്ലും ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ടിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് മണ്ണൊന്ന് ലൂസാക്കി കൊടുത്താലേ അത് പെട്ടെന്ന് എടുത്താൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ കിട്ടില്ല. വേര് പൊട്ടാതെ കിട്ടണമല്ലോ നമുക്കിത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ സൈഡ് വന്ന് നമുക്ക് നല്ല മുള്ളുണ്ട്. എനിക്കാണെങ്കിൽ റോസ് ചെടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തെറ്റ് ചെയ്തെന്നായിട്ട് മായം കൂടുന്നപ്പോൾ തന്നെ ഞാനിതിങ്ങനെ ഇതിൽ വെക്കാതെ വേറെ ഇതിൽ വെക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. കൈ ഇട്ടാലൊന്നും കിട്ടില്ല തോന്നുന്നുണ്ട്. സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് ആദ്യം കുറച്ച് എടുക്കട്ടെ കേട്ടോ. എടുത്തിട്ട് ഞാനൊരു ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. മതി വെള്ളം ഒരുപാട് ഒഴിക്കട്ടെ, നമുക്കിത് മാത്രമായിട്ട് കിട്ടണമല്ലോ. ഇതിലൊരു പാത്രം വേണം ആ പാത്രത്തിൽ ഈ മണ്ണൊക്കെ വേറൊരു പാത്രത്തിൽ മാറ്റി വന്നിട്ട് കുറച്ച് എടുത്തിട്ട് ചെടി ഇളക്കാതെ എടുക്കണമെന്നുണ്ട്. എങ്ങനെ കിട്ടുമെന്നാവോ ഇനിയിപ്പോൾ അറിയില്ല. എൻ്റെ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ചെടിയായിരുന്നു. ഇനി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇളക്കുന്നുണ്ട്, പക്ഷേ ഇനി വേര് പോവാതെ ഇങ്ങനെ കിട്ടാൻ ഇത് എടുക്കണമല്ലോ. അതാണിപ്പോൾ ഒരു ശ്രമം. ഇതിൻ്റെ ഇടയിൽ ഇവിടെ വേറൊരു ചെടിയും ഉണ്ട്, അതും കൂടെ അതങ്ങനെ വെക്കട്ടെ. ഇത് മാത്രമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യാൻ കേട്ടോ. വേറെ നല്ലൊരു വലിയൊരു പാതലേക്ക് മാറ്റിയാൽ കുറച്ച് നന്നായിട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കൈ ഇട്ടിട്ടൊന്നും കൈയൊന്നും പോണില്ല കേട്ടോ, നല്ല ഗ്രിപ്പായിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം കുറച്ച് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലാതെ ഇതെടുക്കാൻ കിട്ടും തോന്നുന്നില്ല. ഇനി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇതിൻ്റെ വേരൊക്കെ ഒരുപാട് അടിയിൽ പോയിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് എടുക്കാൻ കിട്ടാത്തത്. വന്നു കിട്ടും ആടാ. ഇനി നമുക്കത് അങ്ങനെ ബക്കറ്റിക്ക് വെക്കാം. അത് നല്ലത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പഴയ കുറച്ച് മണ്ണുണ്ട് അല്ലേ, അതിനതിലേക്ക് ഇടാൻ പോവുകയാണ്, കൊട്ടാൻ പോവുകയാണ്. ഈ മണ്ണ് മാത്രമല്ല കേട്ടോ, ചാണകപ്പൊടിയും ഒരുപാട് മിക്സായതാണ്. അതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇട്ടതിന് ശേഷം അതൊന്ന്
റെഡിയാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വളരും കേട്ടോ. കാരണം ഇപ്പോൾ നല്ലൊരു പാത്രത്തിൽ മാറ്റിയിടും. അപ്പോൾ ഇതിന് നന്നായിട്ട് വേരോടാനും ഇതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിന് മണ്ണെടുത്തിട്ട് വരാം. പിന്നെ ഇതിൽ കുറച്ച് മണ്ണ് ഇടുകയാണ് കേട്ടോ. മണ്ണെന്ന് പറഞ്ഞിട്ട് കിട്ടില്ല. കാരണം ഞാനിവിടെ അധികം മണ്ണല്ല, വെറും മണ്ണും ചാണകപ്പൊടിയൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉള്ളതന്നെ കിട്ടുള്ളൂ. അതാണ് ഈ കറുപ്പ് കളർ കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വളരുന്നു. ഈ ഇത്തിരി അധികം വെള്ളം വേണ്ടി വരില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല ഈ വെള്ളത്തിന് ഈ മണ്ണിന് തന്നെ ഇതിന് തന്നെ നല്ല വെള്ളത്തിൻ്റെ നനവുണ്ട്. അപ്പം അമർത്തി വെച്ച് കൊടുക്കാം. ഇത് ഇളകണ്ട, കാരണം ടൈറ്റായിട്ടൊന്നും ഇരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് അമർത്തി വെക്കണത്. ഇത് മതി. ഇത് നന്നായിട്ടൊന്ന് വളരട്ടെ. ഇത് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് വരും. ഇതെന്തായിരിക്കും നല്ല ഭംഗിയുള്ള വലിയ റോസാണ് കേട്ടോ. വെള്ള റോസ് ഒരുപാട് പൂവ് കണ്ടിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതാണ്. അപ്പോൾ അത് നോക്കാതെ കുറച്ച് കെയറിങ് കമ്മിയായി. താമരച്ചെടിയുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്തത്. ഇതിലധികം വെള്ളം വേണ്ട. കാരണം ചെടിയിൽ വെള്ളം ഇതിൽ മണ്ണിൽ നല്ല നനവുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റോസ് ചെടി സെറ്റായി. കണ്ടില്ലേ? സെറ്റായി നന്നായിട്ട് ഇന്തിരുന്നിട്ട് നന്നായിട്ട് വളർന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചെടികളൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ ഇത്ര നേരം. അപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കലൊക്കെ കഴിഞ്ഞു. വേണ്ടില്ലേ? താമരയുടെ ഇലയ്ക്ക് മേലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നല്ല ഒരു പതമാരി വരുന്നുണ്ട്. ഇനി എന്താണെന്നറിയില്ല. ഈ മണ്ണിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. പക്ഷെ രാവിലേക്ക് തെളിയും, നന്നായിട്ട് തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ടാവും. ഇത് നോക്കാം. പക്ഷേ ചെടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതല്ലേ ഇലയൊക്കെ വന്നിട്ടുണ്ടല്ലേ താമരയ്ക്ക്. പുതിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. പുതിയ തലയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല. ഇവിടെ ഇതിന് മാത്രം ഒരു ഇതുമാതിരി ആയിട്ടുണ്ട്. അടിപ്പെട്ടോ എന്താണെന്നറിയില്ല. വേണ്ടില്ലേ? തല പോയി. ശരി, നോക്കാം. ഇത് നന്നായിട്ടും അതിനും എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഈ വെള്ളത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. നുള്ളി കളയാ വേണ്ട. ഈ വെള്ളത്തിന് എന്തോ ഒരു പത. ഇതെന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. നാളേക്കൊന്ന് നന്നായിട്ട് തെളിഞ്ഞിട്ട് ഫുള്ള് വെള്ളം മാറ്റിയിട്ട് അതിൽ വേറെ കുറച്ച് നല്ല വെള്ളം. ഇത് ഉപ്പുവെള്ളം ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ഉപ്പുവെള്ളമാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണോ ഈ പത വരണത് എന്ന് വെച്ചാൽ അറിയില്ല. ഒരു പത വരുന്നില്ല. വെള്ളത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. നാളേക്ക് ഇതൊന്ന് വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പക്ഷെ നാളെ രാവിലേക്കൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു ചെറിയ എന്തോ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഞാൻ ഈ പതയൊക്കെ എടുത്ത് കളയാണ് കേട്ടോ. പക്ഷെ ഇതിനുണ്ട് നന്നായിട്ട് ഇലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇലയൊക്കെ വരുന്നു വിചാരിക്കണം. നോക്കാം നമുക്കൊന്ന്. ഇതിൻ്റെ പതയൊക്കെ എടുത്ത് കളയട്ടെ. രാവിലെയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരു പതമാരി വന്നിട്ടുണ്ട്. നമ്മളെ ജമന്തിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പൂ വരുമ്പോൾ ഇതിനൊരു വയലറ്റ് ഷെയ്ഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു വേറൊരു ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ 4-5 പൂ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ മൊട്ടാണ് ഇത്. പക്ഷേ ഇത് വേറൊരു ടൈപ്പ് കളറില്ല, ചന്ദന കളറുമാരി ഉണ്ട് കണ്ടില്ലേ. പക്ഷേ ശരിക്കും വെള്ളം ഇതാണ് കേട്ടോ. നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ചെമ്പരത്തിക്കൊക്കെ മൊട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. വിരിഞ്ഞിട്ടില്ല കേട്ടോ. അശോകത്തിൽ ഇച്ചിരി മൊട്ട് വിരിഞ്ഞിട്ടില്ല. നമ്മളെ ഈ മുളക് ചെടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു കിട്ടും. കാരണം ഒരു എലി വന്നിട്ട് നാശമാക്കുന്നുണ്ട്. മുളക് ഉണ്ടായിരുന്നുണ്ടല്ലേ, ചെറിയ മുളക് നിറയെ ഉണ്ടാവും. നല്ല മുളകാണ്. അപ്പോൾ ഞാനൊരു പാത്രം ശരിയില്ലാത്തത് ഇതിനെ എടുത്തിട്ട് വേറൊരു ചെറിയ ഇതേമാതിരി പാതലേക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നന്നായി പൂത്ത് വന്നിട്ടുണ്ട്. എലി മാന്താണ്ടിരുന്നു. നമുക്ക് എലി നാശമാക്കണം, നല്ല മാന്തി നാശമാക്കുന്നുണ്ട്.
ഈ തക്കാളി ചെടി ചീര ഉണ്ട്. ഇന്നലെ വലിയ വന്നൊക്കെ മാറി നാശാക്കിയതാണ്. ചീരയൊക്കെ നാശാക്കി. ഈ ഒരു ചീര മാത്രം കറക്റ്റായിട്ട് ഇതൊന്നും നാശാക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇതിൽ മേലെ വരണമെന്ന് അറിയില്ല കേട്ടോ. ഫുള്ള് നാശാക്കുകയാണ്. ഇതിലൊരു വഴുതനങ്ങയുടെ ചെടിയുണ്ട്, വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വരുന്നുണ്ട്. വഴുതനങ്ങയുടെ ചെടിയാണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇത് തക്കാളി ചെടിയാണ്. ഇതിന് അടയ്ക്കാപ്പഴത്തിൻ്റെ ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റിൽ നിൽക്കുന്നുണ്ട് ഒരു അടയ്ക്കാപ്പഴത്തിൻ്റെ ചെടി. ഇപ്പോൾ എന്താ ചെയ്തിരുന്നത് എന്താ ഇതിനിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എന്താ ഒഴിച്ചു കൊടുത്താൽ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് നമ്മൾ ഈ വെണ്ണീറുണ്ടല്ലോ, നമ്മളെ ചാരം, അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നമ്മൾ ഈ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കും. കുറച്ച് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നമ്മൾ ചീനമുളകൊക്കെ എന്താണല്ല ഇത് ഈ സമയത്ത് ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല. ഇലയൊക്കെ പഴുക്കുന്നുണ്ട്. പക്ഷേ മുളക് നിൽക്കുന്നുണ്ട് കേട്ടോ. നിറയെ മുളകുണ്ട്, ചീനമുളക് ഉണ്ട്, പൂത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊരു പഴുപ്പ്, ഇലയ്ക്കൊക്കെ ഒരു പഴുപ്പ് വരുന്നുണ്ടെന്ന് അറിയില്ല. ഈ മുരിങ്ങയില കണ്ടില്ലേ, ഇത് ഞാൻ വെറുതെ വിത്ത് കിട്ടിയപ്പോൾ ബാഗിലിട്ട് കൊടുത്താണ് കേട്ടോ. കണ്ടോ. പക്ഷേ ഈ മുരിങ്ങയുടെ കായ നല്ല വലിയ മുരിങ്ങക്കായ വേണം. തൊട്ട വീട്ടിൽ നിന്ന് തന്നതാണ്. അവർ മുരിങ്ങക്കായ നല്ല നമ്മളൊരു കയ്യിൻ്റെ വലിപ്പം ഉണ്ടാവും മുരിങ്ങക്കായ. പക്ഷെ നമ്മൾ ഇലയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാരണം നമ്മളടുത്ത് ഫസ്റ്റ് മുരിങ്ങമരമുണ്ട്. പക്ഷേ എനിക്ക് ഇല അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല. വെറും നിറയെ കായാണ് മുമ്പിലുണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല, കായ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇലയും നല്ല രുചിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ വെച്ച് വിട്ടത്. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറൊക്കെ വെച്ച് ഇതേപോലെ സ്റ്റാൻഡ് കിട്ടിയപ്പോൾ കയറൊക്കെ വെച്ച് കെട്ടി അല്ലേ റെഡിയാക്കിയിട്ടുണ്ട്. തക്കാളി ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുല്ലൊക്കെ മുളച്ചിരുന്നു, ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അരളിച്ചെടി നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ലേ ഇത് കണ്ടേ, നമ്മളെ എൻ്റെ തൊട്ട വീട്ടിലൊരു ചേച്ചി, അവർ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അവരെന്താ അവർക്കൊന്നും ഇപ്പോൾ ഈ ചെമ്പരത്തിയോട് അത്ര താല്പര്യമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർ എനിക്ക് തന്നാണ്, ഇത് വേരോളകാൻ തന്നാണ് കേട്ടോ. അടുക്ക് ചെമ്പരത്തിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചിരിക്കണം. പക്ഷെ വരുന്നുണ്ട്, തളിർത്ത് കണ്ടു, പൂവ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വേസ്റ്റ് ഡ്രമ്മായിരുന്നു. ഇതിൽ കുറച്ച് വേസ്റ്റ് ഈ മരത്തിൻ്റെ തൂളും അതൊക്കെ മരത്തിൻ്റെ പൊടി അതും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന. പക്ഷെ ഇത് നിറയെ ഒരു സൈഡ് കാടിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഫുള്ള് കാടിക്കൂർക്കയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡ്രമ്മ അങ്ങനെ വെച്ചിട്ടുണ്ട്, കളയണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഈ ചെമ്പരത്തി എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ. നന്നായിട്ട് വരുന്നുണ്ട് ചെമ്പരത്തി ഉണ്ടോ. ഡ്രമ്മ് വേസ്റ്റ് ആക്കണ്ട, ചെമ്പരത്തി അങ്ങനെ വരട്ടെ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടില്ലേ ബക്കറ്റിൽ കുറച്ച് നമ്മളെ ഈ വേസ്റ്റൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഫുള്ള് നമ്മളെ കിച്ചൺ വേസ്റ്റാണ് കേട്ടോ. അതിൽ അത് മണ്ണാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കൊടുന്നിട്ടിരിക്കുകയാണ്. ഉള്ളിത്തോല് അതൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഞാൻ പഴയ വേസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് മണ്ണായിട്ടുണ്ട്. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഈ മണ്ണ് മേലെ എടുക്കും ഞാൻ. മണ്ണ് മേലെ എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇടും. അപ്പോൾ ഇത് പിന്നെയും കിടന്ന് മണ്ണാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇത് ചെടി നമുക്കിതിൽ ചെടിയൊക്കെ വയ്ക്കാമല്ലോ, അതിന് വേണ്ടി ഈ പരിപാടിയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്യണത് തന്നെയാണല്ലേ. ഇതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് മണ്ണാവുള്ളൂ. ഇതിൽ കുറച്ച് ഞാൻ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് മണ്ണാവട്ടെ വിചാരിച്ചു, നല്ല ഇതാവട്ടെ വിചാരിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ. ഇളക്കി കൊടുത്തിട്ട് ആ മണ്ണൊക്കെ ഒന്ന് മേലേക്ക് എടുത്ത് വിട്ടാൽ നന്നായിട്ടൊന്ന് മിക്സ് ആവുമല്ലോ. ഇത് നന്നായിട്ട് കുറച്ചുകൂടി ഇതിൻ്റെ മുളകത്തിൽ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം ശരിക്കും. ഇപ്പം ഇനി ഒഴിവില്ല, സമയം ഇപ്പോൾ മണി 5 അപ്പം ഇനിയിപ്പോൾ നമ്മൾക്ക് ചെടിയുടെ സംരക്ഷണം, ചെടിയുടെ വെള്ളമൊഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഡ്യൂട്ടിക്കുള്ള സമയമായി കിട്ടും. പോയി താഴെ പോയി കുറച്ച് കിച്ചൺ ജോലികളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ചായയൊക്കെ വെച്ച് കുടിച്ച് പിന്നെ നമ്മളടുത്ത് രാത്രിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഈ രാത്രിക്ക് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്, സാമ്പാർ വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ നിർത്തുകയാണ് കേട്ടോ. ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.